പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 10:30 കാശിയിലെ കാലഭൈരവ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് പത്രിക നൽകുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടാകും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചിരിക്കുകയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. 10:30 അദ്ദേഹം പത്രിക സമർപ്പിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഒപ്പം ഈ ഒരു പത്രികാ സമർപ്പണം വലിയ ആഘോഷമാക്കാൻ, ശക്തി പ്രകടനമാക്കാൻ തന്നെയാണോ BJP അണികളുടെ പ്രവർത്തകരുടെ തീരുമാനവും? ഗുഡ് മോർണിംഗ്. ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പത്രികാ സമർപ്പണം വൻ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് BJP. ഇന്നലെ നമ്മൾ കണ്ടു, വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശിയിലെത്തുകയും ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്ക് മുന്നിൽ മദൻ മോഹൻ മാളവ്യയുടെ സ്തൂപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന റോഡ് ഷോ, 5 കിലോമീറ്റർ നീണ്ട റോഡ് ഷോയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പ്രധാനമന്ത്രിക്കൊപ്പം അണിചേർന്നത്. ഇന്നലത്തെ റോഡ് ഷോ തന്നെ ഒരു വലിയ ശക്തി പ്രകടനമായി BJP മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ഇന്നിപ്പോൾ പത്രികാ സമർപ്പണമാണ് ഇനിയുമുള്ളത്. രാവിലെ 9 മണിക്ക് ശേഷം അദ്ദേഹം ഗംഗാസ്നാനം നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക അറിയിപ്പ് PMOയോ അല്ലെങ്കിൽ BJP നേതൃത്വമോ നൽകിയിട്ടില്ല. പക്ഷേ 10 മണിക്ക് ശേഷം അദ്ദേഹം കാൽ ഭൈരവ ക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തുന്നുണ്ട്. കാശിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ക്ഷേത്രം കാലഭൈരവ ക്ഷേത്രമാണ്. ഇവിടെ എത്തി അനുവാദം തേടിയ ശേഷമാണ് മംഗളകർമ്മങ്ങൾക്കായി സാധാരണ ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നത്. അതിനാൽ ഇന്ന് അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി രാവിലെ 10 മണിക്ക് ശേഷം കാൽ ഭൈരവ ക്ഷേത്രത്തിലെത്തി പ്രത്യേക ദർശനവും പൂജയും നടത്തും. ഒരുപക്ഷെ അതിനു മുൻപ് ദശാശ്വമേധ ഘാട്ടിലെത്തി ഗംഗാസ്നാനം നടത്തുമെന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷമാകും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുക. പിന്നീടാണ് മറ്റൊരു റോഡ് ഷോയായി ഇന്നലെ അദ്ദേഹം ഒരു പടുകൂറ്റൻ റോഡ് ഷോ നടത്തി. അതൊരു തുറന്ന വാഹനത്തിൽ യോഗി ആദിത്യനാഥിനൊപ്പമാണ് പ്രധാനമന്ത്രി ഇന്നലെ കാശിയിൽ റോഡ് ഷോ നടത്തിയതെങ്കിൽ ഇന്ന് തുറന്ന വാഹനത്തിലായിരിക്കില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനത്തിൽ നിന്നുകൊണ്ട് ഒരു മിനി റോഡ് ഷോ ഇന്നിപ്പോൾ കാശിയിൽ നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പ്രധാനമന്ത്രിക്കൊപ്പം പ്രമുഖ നേതാക്കളുടെ നീണ്ട നിരയുണ്ടാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രിയും മുൻ BJP അധ്യക്ഷനുമായ രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം BJP ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുണ്ട്. നമുക്കറിയാം, നിലവിൽ ദേശീയ തലത്തിൽ NDAയ്ക്ക് 18 സംസ്ഥാനങ്ങളിലാണ് ഭരണം. അതിൽ 12 സംസ്ഥാനങ്ങൾ BJPക്ക് മുഖ്യമന്ത്രിമാരുള്ളതാണ്. ത്രിപുര, അതോടൊപ്പം തന്നെ അസം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അങ്ങനെ 12 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഇന്നിപ്പോൾ കാശിയിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് 10 മണിക്ക് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ പടുകൂറ്റൻ റോഡ് ഷോ ഉണ്ടാകും. റോഡ് ഷോ ആയിട്ടാകും അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തുക. കളക്ടറേറ്റിൽ 11:30 ജില്ലാ കളക്ടർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അടുത്ത മാസം 1-ാം തീയതി 7ാം ഘട്ടത്തിലാണ് വാരണാസി അടങ്ങുന്ന മേഖലകളിൽ പോളിംഗ് നടക്കുന്നത്. അതിനാൽ പ്രചരണത്തിനുമൊക്കെ ഇനിയും സമയം ഒരുപാടുണ്ട്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവസാന ഫേസിലായിരുന്നു വാരണാസിയിലും പൂർവാഞ്ചൽ ബെൽറ്റിലും തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണയും അതിൽ മാറ്റമില്ല. അതിനാൽ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 1-ന് അവസാന ഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ വാരണാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയുടെ ഉറച്ച മണ്ഡലമാണ്. കാരണം ഭൂരിപക്ഷം എത്രയാകും, എത്രത്തോളം ലക്ഷമായിരിക്കും ഭൂരിപക്ഷം വർദ്ധിക്കുക എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഗൗതം പറഞ്ഞതുപോലെ തന്നെ, നമ്മോട് സംസാരിച്ചതുപോലെ തന്നെ, വാരണാസിയിലെ ജനത ഒന്നാകെ പ്രധാനമന്ത്രിക്കൊപ്പമാണ്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, മത ജാതി ഭേദമന്യേ. കാരണം അവരൊക്കെയും പ്രധാനമന്ത്രിയുടെ 3-ാം ഊഴത്തെ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആഘോഷ നിറവിലാണ്, ഒരു ആവേശത്തിമർപ്പിലാണ് വാരണാസി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ? KP, അതുതന്നെയാണ്. നമ്മൾ ഇന്നലെ റോഡ് ഷോയുടെ സമയത്ത് വാരണാസി ജനങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ വികാരങ്ങളും ജനങ്ങളിലേക്ക്, കേരളത്തിലെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ റോഡ് ഷോയുടെ ഭാഗമായി നിന്ന സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. അതിനാൽ വാരണാസിയെ സംബന്ധിച്ച് ഒരു സംശയത്തിൻ്റെ സാഹചര്യം പോലുമില്ല. കാരണം പ്രധാനമന്ത്രിക്ക് അത്രത്തോളം സ്വാധീനമുള്ള, ജനങ്ങൾക്കിടയിൽ അത്രത്തോളം വേരുകൾ ഉണ്ടാക്കിയ ഒരു നേതാവായി നരേന്ദ്രമോദി 10 വർഷത്തിനിടയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം
വാരണാസിയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം കാശി എന്നതൊരു വളരെ പുരാതനമായ നഗരമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരമൊക്കെയാണ്. പക്ഷേ ആ നഗരത്തിന് വേണ്ട പ്രാധാന്യം ദേശീയ തലത്തിലോ ഉത്തർപ്രദേശിലോ വർഷങ്ങളായി അധികാരത്തിലിരുന്ന സർക്കാരുകൾ നൽകിയിരുന്നില്ല. ഇടുങ്ങിയ ഗല്ലികളും അതോടൊപ്പം തന്നെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ജീവിതവും എപ്പോഴും ട്രാഫിക് ബ്ലോക്കും അതൊക്കെയായിരുന്നു 2014 മുൻപ് കാശിയെങ്കിൽ ഇന്നിപ്പോൾ അതിമനോഹരമായ വലിയ റോഡുകൾ വരുന്നു, വലിയ കമ്പനികൾ കാശിയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഗംഗാ ശുചീകരണം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമാമി ഗംഗ എന്ന പദ്ധതി അത് കൃത്യമായി ഫലം കണ്ടതിൻ്റെതായ വലിയ മാറ്റങ്ങൾ നമുക്ക് ഗംഗയുടെ തീരത്തുള്ള ഈ കാശി നഗരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ വലിയ മാറ്റം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കാശി അല്ലെങ്കിൽ വാരണാസി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ജനങ്ങൾ മുഴുവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ തുറന്നു പറയുന്നത്. അതിനാൽ വാരണാസിയിൽ ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം എത്രയാണ് എന്ന് സംബന്ധിച്ച് മാത്രമാണ് ചോദ്യം. 2019 അദ്ദേഹം 4,79,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എതിരാളികളെ കടത്തിവെട്ടിയത്. എന്തായാലും ഈ തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതൊരു 6 ലക്ഷത്തിലേക്കും 7 ലക്ഷത്തിലേക്കും ഒക്കെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം ഈ തവണ ഈ മണ്ഡലത്തിൽ എത്തും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. രാവിലെ 10:30 കാശിയിലെ കാലഭൈരവ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. കാശിയിൽ നിന്നും ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.